ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ബീരൻബർഗ് എന്ന് പറയുന്ന സ്ട്രോബെറി ഫാമിലേക്കാണ്. ഇത് അഡ്ലേഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രോബെറി ഫാമാണ്. ബീരൻബർഗ് എന്ന പേരിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ബെറി ഹിൽ എന്നാണ്. ഇത് സ്ട്രോബെറി പറിക്കാനുള്ള ബോക്സ്, കയ്യിൽ ബാൻഡ് കെട്ടണല്ലേ. എന്താ സ്ഥലത്തിന്റെ പേരെന്താ? ബീരൻബർഗ്. എക്സൈറ്റഡ് ആണോ? ഫസ്റ്റ് ടൈം. നല്ല മധുരമുണ്ട്. ഞാൻ ഇരുന്നാ ഷോപ്പിൽ മേടിക്കുന്ന പോലെയല്ല ഈ സാധനമല്ലേ ഷോപ്പിലേക്ക് എത്തുന്നത്. നമുക്ക് ഈ ബോക്സിന് ഇഷ്ടം പോലെ പറിച്ച് കൊണ്ടുപോകാം. അവനെ നോക്കി നല്ല ടേസ്റ്റ് അല്ലേ? ഹാർവി ഒരെണ്ണം പറിച്ചേ, ഒരു സ്ട്രോബെറി പറിച്ചേ. പിടിച്ചോ പിടിച്ചോ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാണോ? ഒന്ന് കഴിച്ചേ. യമ്മിയാ? യമ്മിയാ? മമ്മിയാ? മമ്മിയാണോ യമ്മിയാണോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഓക്കേ. ഹരു യമ്മിയാണോ? ഇഷ്ടായോ? തണുക്കുന്ന ഒരെണ്ണം തരുമോ? എന്നാ എടുത്തോ. എറിയരുത്. മിടുക്കനല്ല, പക്ഷെ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് സഞ്ജു? ഒരു രക്ഷയില്ല. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. എന്തായാലും സ്ട്രോബെറി ഫ്രഷ് സ്ട്രോബെറിക്ക് എന്തായാലും വേറൊരു ടേസ്റ്റാണ്. അടിപൊളി. ഹാരിന് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ലേ? യെസ്. എവിടെ പോണു? അങ്ങോട്ട് കടാ. ഇതെന്താണ്? കിട്ടില്ല. നല്ല മുറ്റ് സ്ട്രോബെറീസ് മാത്രം നോക്കി എടുത്തിരിക്കുവാണ്. അതിന്റെ സൈസ് ബിഗ് സൈസ്. അടിപൊളി കേട്ടോ, നല്ല മധുരമുണ്ട് മക്കളെ. ഇതിന് മുൻപ് ഇത് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം.
അവന്റെ കമ്മിറ്റ്മെന്റ്. കൊള്ളാം. അടിപൊളി. സ്ട്രോബെറീസ് ഫാമിൽ പോയി പറിച്ച് കഴിക്കുന്നതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾ ശരിക്കും അന്ന് അവിടെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത്. നമ്മൾ ഒരിക്കലും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റേ അല്ല അതിന്. ഇതൊരു ഫാമിലി ഓൺഡായിട്ടുള്ള ഒരു ഫാമാണ്. ഈ ഫാമിൽ അവർ എല്ലാ മോർണിംഗിലും സ്ട്രോബെറി പിക്ക് ചെയ്ത് അന്ന് തന്നെ പ്രോസസ്സ് ചെയ്ത് അതേ ദിവസം തന്നെ സെല് അതുകൊണ്ടാണ് ചെയ്യാറുണ്ട്. നമ്മൾ വീട്ടിൽ പോയിട്ട് ജ്യൂസ് അടിക്കും. ആന്റിയുടെ കൂടെ പോയ സാധനം ഷേക്ക് അടിച്ചു ചെറി കഴിക്കാൻ പോണ്ടേ. അപ്പൊ അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളി, സൂപ്പർ സൂപ്പർ. ബെസ്റ്റ് എക്സ്പീരിയൻസ്, ബെസ്റ്റ്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ എടുത്തിട്ടുണ്ടല്ലേ? പണ്ട് ഇവിടെ സ്ട്രോബെറി ആണോ? ഇത്ര 200-300 കൊടുത്താണ് നമ്മളവിടെ നിന്ന് വാങ്ങി. നാട്ടിൽ നിന്നും ഒക്കെ, നാട്ടിൽ നിന്ന് മാത്രമല്ല ഇവിടെ നിന്നാണേലും വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ച് കഴിക്കുമ്പോൾ. ഫ്രഷ് ഫ്രം ദ ഫാം. അടിപൊളി. ഇത് വെക്കണോ? ഇത് വീഡിയോ വേണോ? ഇവിടെ ഇത് കൊടുത്ത് പൈസ അടയ്ക്കണം അല്ലേ? ഇതിപ്പോൾ എത്ര കിലോ ആണ്? ഇതൊരു 1 kg, 1.5, 2.5 കിലോ. ഇഷ്ടപ്പെട്ട സ്ട്രോബെറി പറിച്ചത്? ഇഷ്ടപ്പെട്ട? സൂപ്പർ ആയിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു സ്ട്രോബെറി? യമ്മിയാണോ മമ്മിയാണോ? ബാക്കി എല്ലാവരും പോവുകയാണ്. സ്ട്രോബെറി പിക്കിങ് ആയതുകൊണ്ട് തന്നെ ഞാനിന്ന് അതിൻ്റെ ഒരു ഡ്രസ്സാണ് ഇട്ടേണ്ടത്. ഓ, അത് ഞാൻ നേരത്തെ ഇട്ടത്. ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ഐറ്റംസ് ഒക്കെ മേടിക്കാം. ബീരൻബർഗിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഈ ജാംസാണ് പല പല ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽസിലും മാത്രമല്ല നമ്മുടെ കോണ്ടസ് ഫ്ലൈറ്റ്സിൽ 40 years ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബ്ലാക്ക്ബെറി ജാം.